അത് പണ്ടൊരിക്കൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ടി പി ചന്ദ്രശേഖരനെതിരായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും അദ്ദേഹം മരിച്ചതിന് ശേഷം കുലംകുത്തി എന്ന വാക്ക് പ്രയോഗിച്ചു. എന്തുണ്ടായി? ആ കുലംകുത്തി പ്രയോഗം അന്നും ഇന്നും CPM എന്ന പാർട്ടിക്ക് ഒരു വലിയ ആപത്തായി നിൽക്കുന്നുണ്ട്. ആളുകൾ ഓർക്കുന്ന സമയത്ത് വളരെ അമാന്യമായ സംസ്കാരശൂന്യമായ ഒരു വാക്കായിട്ട് അതിൻ്റെ ഫലം എന്ത്? ആ പ്രദേശത്ത് ഒഞ്ചിയം പ്രദേശത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ അതോടുകൂടി തകർന്നു. ഈ നിലയിൽ വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന വാക്കുകൾ, വ്യാപകമായിട്ട് തെറ്റായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ നമ്മുടെ പൊതുജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബൂമറാങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബൂമറാങ് ഉപയോഗിക്കുന്ന ആൾക്ക് അത് തിരിച്ചെടുക്കാൻ അറിയാം. പക്ഷേ മലയാളത്തിലെ പല വാക്കുകളും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിരന്തരമായിട്ട് കാണപ്പെടുന്നത് ഇടതുപക്ഷത്തിലായതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഉദാഹരണങ്ങൾ എടുക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. കാഫിർ ആയിട്ടുള്ള മറ്റേ ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് ഏതോ ലീഗുകാരൻ പറഞ്ഞു എന്നൊരു പ്രയോഗമാണ് ഉണ്ടാക്കിയത്. ഒരു ലീഗുകാരൻ പറഞ്ഞതല്ല. കാരണം ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു ലീഗുകാരൻ്റെ ഫോണ് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കി, പോലീസ് സ്റ്റേഷൻ. അതിലൊന്നും അതില്ല. മാത്രമല്ല CPMൻ്റെ മുൻ MLA യുടെ വീട്ടിൽ നിന്ന് ആ ഫോണിലാണ് ആദ്യമായിട്ട് അത് പുറത്തേക്ക് വന്നത്. അതിലൂടെയാണ് പുറത്തേക്ക് വന്നത്.